ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഇന്നലെ രാത്രി മധുരയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ മധുരയിലാണ് ഉള്ളത്. നമ്മളിന്ന് രാവിലെ 6:50 ട്രെയിനിന് രാമേശ്വരത്തേക്ക് പോകും. ഇപ്പം 6:15. ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാനിപ്പോൾ അക്കോമഡേഷനിലാണുള്ളത്. ഇത് നമ്മൾ നേരെ സ്റ്റേഷനിൽ പോകുന്നത്. രാവിലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും കേട്ടോ, ഇഡ്ഡലി, ദോശ. അപ്പോൾ ഞാനിന്നലെ സ്റ്റേ ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അധികം ദൂരമൊന്നും പോകാനില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പൊങ്കലാണിത്, തമിഴ്നാട്ടിൽ കിട്ടുന്ന പൊങ്കൽ. അത് ചട്നി ഉണ്ട് അതിൻ്റെ കൂടെ, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ ഇതാണ് പൊങ്കൽ. റൈസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കൽ ആക്കാമെന്ന് വിചാരിച്ചു. പൊങ്കൽ കഴിച്ചിറങ്ങി. യൂഷ്വലി കഴിക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിച്ചത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഇവിടെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അൺറിസർവ്ഡ് ടിക്കറ്റാണ് പോകുന്നത്. ഒരു ഗുഡ്സ് ട്രെയിന് പോവാണ്. നമുക്ക് പ്ലാറ്റ്ഫോം 2ലേക്കാണ് പോകേണ്ടത്. പ്ലാറ്റ്ഫോം 2. അപ്പം നമുക്ക് പോകേണ്ട ട്രെയിന് ഇതാട്ടോ. ഇതിവിടുന്ന് 6:50 എടുക്കുന്ന ട്രെയിനാണ്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല വിചാരിച്ചു. പക്ഷേങ്കിൽ നല്ല തിരക്കാട്ടോ. ഈ ഒരു വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ കൃത്യസമയത്ത് 6:50 തന്നെ എടുത്തിട്ടോ. ഭാഗ്യത്തിന് ഒരു വിൻഡോ സീറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. അത് ലോക്കൽ ട്രെയിൻ തന്നെയാണ്. മധുരൈ മയിലാടുംതുറൈ എന്ന് പറയുന്നത്, മധുര ടു മയിലാടുംതുറ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്ന ട്രെയിനാണ് ആ നിൽക്കുന്നത്. സിലൈമാൻ സ്റ്റേഷനാട്ടോ അത്. തിരുപ്പുവനം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാട്ടോ ഇത്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഈ കുറ്റിക്കാടുകളാട്ടോ, കംപ്ലീറ്റ് കുറ്റിക്കാടുകൾ. കുറേ ദൂരം ഇതുപോലുള്ള കുറ്റിക്കാടുകൾ ഞാൻ കണ്ട്. ഈ കുറ്റിക്കാടുകൾക്കിടയിലൊക്കെ ഒരു ഒത്തിരി പന്നിക്കൂട്ടങ്ങളെയും കണ്ട്, പിന്നെ അതുപോലെ മയിലിൻ്റെ കൂട്ടങ്ങളെയും കണ്ട്. ഉച്ചിപ്പുളി എന്ന് പറയുന്ന സ്റ്റേഷനാട്ടോ. ഉച്ചിപ്പുളി, നല്ല പേരല്ലേ, ഉച്ചിപ്പുളി. നല്ലൊരു അടിപൊളി സ്റ്റേഷൻ. കരിമ്പനകളാട്ടോ ഇത്. കരിമ്പനകൾ കുറേ ഉണ്ട് കരിമ്പനകൾ. പിന്നെ അപ്പുറത്തെ സൈഡിൽ കടലാണ്. അത് കടലിലൊരു നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കരിമ്പനകൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഒരു റോഡും ഇതിലേ പോകുന്നുണ്ട്. കടലിൻ്റെ വ്യൂ നന്നായിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പാമ്പം പാലത്തേക്ക് എത്തും. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ പാമ്പം പാലം. അപ്പോൾ ഈ പാലം പുതിയ പാമ്പം പാലമാണ്. ഫസ്റ്റത്തെ പാമ്പം പാലം, അതായത് പഴയ പാമ്പം പാലം 1914 ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ 6 പുതിയ പാലം ഇനോഗ്രേഷൻ ചെയ്തു. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പാമ്പം പാലം. എൻ്റെ പൊന്നൊരു രക്ഷയില്ലാത്ത പാലം. വെള്ളമൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ അടിയിലേക്ക് കാണാനായിട്ട്. ആ ദൂരെ കാണുന്നത് അത് റോഡാണ്. അതിന് മുകളിൽ കൂടെ റോഡ്, വാഹനങ്ങൾ പോകുന്ന പാലാണത്. അടിയിൽ കുറേ കല്ലൊക്കെ കിടക്കുന്നുണ്ട്. ക്ലിയറായിട്ട് കാണാം അടിയിലേക്ക്. ഞാനപ്പോൾ ഈ ട്രെയിനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കടലിൻ്റെ വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കടലും ആകാശവും തമ്മിൽ തട്ടി നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ പുതിയ പാലമായതുകൊണ്ട് ആ പാലത്തിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് പാലം കാണാനായിട്ട്. എന്താല്ലേ കടലിലത്തെ വെള്ളം.
അപ്പോൾ നമുക്ക് വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോകാം. ആ പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന പാമ്പൻ റെയിൽവേ സ്റ്റേഷനായി. ഇത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ്. അടിപൊളിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരു മരമൊക്കെ ഉണ്ട് ഇവിടെ, വലിയൊരു മരം. പിന്നെ അപ്പോൾ ഇതാണ് പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ. കുറച്ചും കൂടെ വന്നത് തന്നെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ. ഇത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഇവിടെ എന്തൊക്കെയോ ഇരുമ്പൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് നമുക്ക് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഇതുവരെയാണ് റെയിൽവേ ഉള്ളത്. നമ്മളപ്പം രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. ഈ റെയിലിൻ്റെ എൻഡ് ഇവിടെയാണ്. ഇവിടെ രാമേശ്വരം എന്ന് പറയുന്നൊരു ബോർഡും ഉണ്ട്. പിന്നെ വലിയൊരു മരമുണ്ട് കേട്ടോ. ഇത് ഏത് മരമാണെന്നൊന്നും അറിയില്ല. ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാമേശ്വരം വന്നത്, ഏകദേശം ഒരു 6 വർഷം മുമ്പ്. അതിനുശേഷം ഇപ്പോഴാണ് രാമേശ്വരത്തേക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ തീരാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.